2026 കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF അധികാരത്തിൽ വരും എന്നുള്ള കണക്ക് കൂട്ടലുകളാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ UDF കേന്ദ്രങ്ങളിലും അത്തരത്തിലുള്ള പ്രതീക്ഷയുണ്ട്. UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗും അത്തരത്തിലുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ വിജയം ഉറപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. അതായത് LDFിലുള്ള ഘടകകക്ഷികളെ ഒരു സമവായത്തിലൂടെ UDFിലേക്ക് എത്തിക്കുക. രാഷ്ട്രീയമാകുമ്പോൾ കാര്യങ്ങൾ മറിഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. പണ്ട് നമ്മുടെ ലീഡർ പറഞ്ഞതുപോലെ രണ്ടും എപ്പോഴും 4 ആകണമെന്നില്ല, അത് 5 6 എന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സ്ഥായിയായിട്ടുള്ള ഒരു രീതി ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ മുന്നണി മാറിയും തിരിഞ്ഞും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ അത്തരത്തിലുള്ള ഒരു സാഹചര്യമൊക്കെ ലീഗ് ഒത്തിണക്കി കൊടുക്കുന്നുണ്ട്. അതും കൂടി ആകുമ്പോഴേക്കും BJP വലിയ നേട്ടം ഉണ്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ UDFിന് പരിക്ക് കൂടാതെ അധികാരത്തിൽ വരാം എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. ഈ അധികാരത്തിൽ വരും എന്നുള്ളതിനേക്കാൾ മുന്നേ തന്നെ കോൺഗ്രസിനകത്തെ മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ ചർച്ചയും മത്സരവും തുടങ്ങി. എന്തിനാണെന്ന് ചോദിച്ചാൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ളതിൽ. 2026 ഇവർക്ക് അധികാരം കിട്ടിയാൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ക്രൈസിസ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയായിരിക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കലഹം മാത്രമല്ല, വലിയ തമ്മിൽ പോരും ഒക്കെ നടക്കും. ചിലര് അതോടുകൂടി കിട്ടിയ MLA സ്ഥാനമെല്ലാം ഉപേക്ഷിച്ച് BJPയിലേക്ക് പോകുന്നത് നമുക്ക് കാണേണ്ടി വരും. മുതിർന്ന നേതാക്കന്മാർ തന്നെ. ഇത് വെറും ഒരു വർത്തമാനമല്ല, 2026 സംഭവിക്കും. ചിലരൊക്കെ ഈ സീറ്റ് വിഭജന സമയത്ത് തന്നെ പോയിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുന്നണി മാറ്റവും നടക്കും. അപ്പോൾ 2026 എന്തുകൊണ്ടും പ്രധാനപ്പെട്ട ഒരു വർഷമായി മാറുകയാണ് കേരള രാഷ്ട്രീയത്തിനകത്ത്. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഇപ്പോൾ മുൻപന്തിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിൽക്കുന്നത് എല്ലാവരുടെയും കണക്കുകൂട്ടൽ VD സതീശനാണ് എന്നുള്ള രീതിയിലാണ്. ആ VD സതീശനെ തകർക്കാനാണ് വെള്ളാപ്പള്ളി നടേശനും ഇറങ്ങിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി VD സതീശനെ മാത്രമല്ല UDFിനെ മൊത്തത്തിൽ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പിണറായി വിജയനെ സംരക്ഷിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ VD സതീശന്റെ പേര് പറയുന്നുണ്ട്. VD സതീശൻ പറവൂരിൽ നിന്ന് നിയമസഭ കാണില്ല എന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ. അപ്പോൾ VD സതീശൻ 1. 2, ഏറെക്കാലമായിട്ട് പ്രതിപക്ഷ നേതാവായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനവുമായിട്ട് മോഹിച്ച് നടക്കുന്ന പെരുന്നയിലെ പോപ്പിന്റെ മാനസപുത്രനായിട്ടുള്ള ചെന്നിത്തല നായർക്ക് കൊടുത്തില്ലെങ്കിൽ 2026 സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനകത്ത് വലിയ ദുരന്തമായിരിക്കും. ചെന്നിത്തല ഇപ്പൊ കിട്ടിയില്ല, പിന്നെ എന്നാ മുഖ്യമന്ത്രിയാവുക? 2031 2031 ഇവിടെ കോൺഗ്രസ് ഉണ്ടോ? UDF ഉണ്ടോ? 2031 കേരളം BJP ഭരിക്കുമെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. CPM LDF പിന്നെ അത് വേറൊരു വഴിക്കൂടെ അങ്ങ് പോകും. അപ്പോൾ ചെന്നിത്തലയ്ക്ക് ഇപ്പൊ കിട്ടിയിരിക്കണം. പെരുന്നയിലെ സുകുമാരൻ നായർ പോപ്പടങ്ങിയിരിക്കുമോ? ചെന്നിത്തല നായർക്ക് തന്നെ കൊടുക്കണം. ഇനി എന്താ, ചില MP-മാര്, മുതിർന്ന MP-മാര് അവിടുത്തെ പണി മതിയാക്കി കേരള നിയമസഭയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയാണ്. അതില് KPCC അധ്യക്ഷനായിരുന്ന K സുധാകരനെ ഒതുക്കി നിർത്തിയ അനാരോഗ്യമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കണ്ണൂരിലേക്ക് പറഞ്ഞു വിട്ടു. സുധാകരൻ എന്താ കണ്ണൂർ നിയമസഭയിൽ നിന്ന് മത്സരിക്കുകയാണ്. സുധാകരൻ എന്താ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ലേ? അതോ അന്നേരവും അനാരോഗ്യ പ്രശ്നം ഉണ്ടാകും? അതുപോലെ തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ കോൺഗ്രസിന്റെ അച്ചടക്ക സമിതി ചെയർമാനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള അല്ലെങ്കിൽ ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കന്മാര് നിൽക്കുമ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അത് കോൺഗ്രസിനകത്ത് എന്തെല്ലാം തരത്തിലുള്ള അന്തഛിദ്രം ഉണ്ടാകുമെന്നറിയാം. ഇനിയിപ്പോൾ ശശി തരൂരും തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഇടയ്ക്ക് കോൺഗ്രസ്സുകാർ പലരും വിചാരിച്ചു,
ഈ ബാധ ഇവിടുന്ന് അങ്ങ് പോയി, BJP പോയെന്ന്. BJP പോയിട്ടുമില്ല. ഇപ്പം കോൺഗ്രസിനകത്തുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്നുള്ള രീതിയിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ തരൂര് തിരുവനന്തപുരം സെൻട്രൽ മത്സരിക്കുന്നു. ഈ തരൂരിനെയും നമ്മുടെ പെരുന്നയിലെ പോപ്പ് ഡൽഹി നായരായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്, നല്ല നായരായിട്ട് സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ തരൂരിനെ മാറ്റി നിർത്താൻ പറ്റുമോ? ഇനിയിപ്പോൾ കെ മുരളീധരനെ ഒതുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഏതെല്ലാം ഇടങ്ങളിൽ ഒതുക്കാം, വട്ടിയൂർക്കാവിൽ കൊണ്ടുവന്ന് നിർത്തി തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇനി അതല്ല, മറ്റ് ഏതെങ്കിലും ഇടങ്ങളിൽ ഈ തോൽക്കും എന്നുറപ്പുള്ള മണ്ഡലങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മുരളീധരൻ അതിനോട്ട് വഴങ്ങുന്നുമില്ല. മുരളീധരന് കാര്യങ്ങൾ കോൺഗ്രസിലെ ഈ തൻ്റെ മേലുള്ള ഈ ചതി, ആ അപകടം മണത്തറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒന്നിൽ ഗുരുവായൂർ പോയി മത്സരിക്കുക. കാരണം അവിടെ BJP രണ്ടാം സ്ഥാനത്തെ വന്നിട്ടുള്ളൂ. അവിടെ ലീഗിന്റെ സീറ്റാണ്. KN ഖാദറാണ് 2021 അവിടെ അക്ബറിനോട് പരാജയപ്പെട്ടത്. ലീഗിന് വളരെ സേഫായിട്ടുള്ള ഇടമാണ്. പക്ഷെ 2021 ആ ഒരു LDF തരംഗത്തിൽ അങ്ങ് കയറിപ്പോയി എന്നേ ഉള്ളൂ. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ അവരൊരിക്കലും ഈ പാലം ഭരിക്കുന്നവരല്ല. പ്രത്യേകിച്ച് ഗുരുവായൂരില് ലീഗാണ് കൂടുതലുള്ളത്. ഗുരുവായൂരപ്പം മാത്രമേ ഉള്ളൂ ഹിന്ദുവായിട്ടുള്ളത്, ബാക്കിയെല്ലാം ലീഗാണ്. അതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ടുള്ള മണ്ഡലമായിട്ടാണ് മുരളീധരനും കാണുന്നത്. അപ്പോൾ മുരളീധരനും മത്സരിച്ചു വന്നു കഴിഞ്ഞാൽ, മുരളീധരൻ എന്താണ് KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്നുള്ള ആളാണ്. അന്ന് കോൺഗ്രസിനകത്ത് അല്പം ഊർജമുണ്ടായിരുന്നു. വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച ഒരു കാലമാണ് അദ്ദേഹം പ്രസിഡന്റായിരിക്കുന്ന സമയത്ത്. ഇനി അടൂർ പ്രകാശ് എന്താ മോശമാണോ? കോന്നി വളരെ സുരക്ഷിത മണ്ഡലമാക്കി എടുത്തത് അടൂർ പ്രകാശാണ്. അങ്ങനെ അടൂർ പ്രകാശിനെ 19 ആറ്റിങ്ങലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അടൂർ പ്രകാശ് തീർച്ചയായിട്ടും ജയിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹവും മുതിർന്ന നേതാവാണ്. ഞാൻ ഇവരുടെ ഒക്കെ ഒരു സെക്കൻഡ് നിരയിലുള്ള പേര് കൂടി പരാമർശിക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ട് നിൽക്കുന്നത് VD സതീശൻ, രമേശ് ചെന്നിത്തല, K സുധാകരൻ, ശശി തരൂര്. ഇനി ഇവർക്കെല്ലാം മീതെ വേറൊരാളും കൂടെ നിൽപ്പുണ്ട്. മഹാനായ KC വേണുഗോപാൽ എന്ന ഹൈക്കമാൻഡാണ്. അത് നമ്മുടെ രാഹുൽ പപ്പുവേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു വിടും. പിന്നെ ഈ മോഹവും അതിമോഹവും ഒക്കെ വെച്ചിരിക്കുന്ന VD സതീശനും ചെന്നിത്തല നായരും സുധാകരനും അടൂർ പ്രകാശും തിരുവഞ്ചൂരും മുരളീധരനും തരൂരും ഒക്കെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കോവി തൊടേണ്ടി വരുന്ന ഒരവസ്ഥയാകും. അപ്പൊ സുകുമാരൻ നായർ എന്ത് ചെയ്യും? മാനസപുത്രന് എവിടെ കൊണ്ടുപോകും? അപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താണ്? കോൺഗ്രസിൽ നിന്ന് വലിയ ഒരു ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടാകും. ഇത് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല. കാരണം ഇത് 2026 കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. ഇപ്പൊ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇനിയില്ല. അത് കൃത്യമായ കാര്യമാണ്. കാരണം BJPയുടെ കേരളത്തിലെ വളർച്ചയാണ് കോൺഗ്രസിന്റെ ഭാവി ഇല്ലാതാക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഇത്രയും പേരിങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ ഇവർക്ക് എത്ര 3 മാസം വെച്ച് മാറേണ്ടി വരുമോ? അതോ 6 മാസം വെച്ച് കൊടുക്കേണ്ടി വരുമായിരിക്കും? മുഖ്യമന്ത്രി 6 മാസം കൂടുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിക്കൊണ്ടേയിരിക്കും. ഇനി അതല്ല, ആരെയും മാറ്റണ്ട, ഞാൻ തരുന്ന ആള് തന്നെ നിങ്ങൾ എടുത്തോണമെന്നും പറഞ്ഞ് പപ്പു ഇങ്ങോട്ടൊരാളെ വിടും. അത് മഹാനായ KC വേണുഗോപാലായിരിക്കും. KC വേണുഗോപാലിന് ഈ കോൺഗ്രസ്സുകാര് 5 വർഷം ഇവിടെ ചുമക്കേണ്ടിയും വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.